ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഓപ്ഷൻ എ, നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി. ഓപ്ഷൻ ബി, മനുഷ്യാവകാശ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. ഓപ്ഷൻ സി, ലൂയി 16 എസ്റ്റേറ്റ് ജനറലിനെ സമ്മേളനത്തിന് വിളിച്ചു. ഓപ്ഷൻ ഡി, പൊതുസുരക്ഷാ സമിതി ഭീകരവാഴ്ചയ്ക്ക് നേതൃത്വം നൽകി. ശരിയുത്തരം ഓപ്ഷൻ സി, ലൂയി 16 എസ്റ്റേറ്റ് ജനറലിനെ സമ്മേളനത്തിന് വിളിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റുകളൂടെ നോക്കാം. ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലൂയി 16 വിളിച്ച സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പൊതു സമ്മേളനമായിരുന്നു 1789 എസ്റ്റേറ്റ് ജനറൽ. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ സൂചനയായി തേർഡ് എസ്റ്റേറ്റ് ഒരു ദേശീയ അസംബ്ലിയായി രൂപീകരിച്ചതോടെ ഇത് അവസാനിച്ചു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, വാട്ടർലൂ യുദ്ധം എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 2. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 3. രക്തരൂക്ഷിതമായ ഞായറാഴ്ച. 4. ബോക്സർ കലാപം. ഓപ്ഷനുകൾ 1 മാത്രം, 1, 3 എന്നിവ, 3, 4 എന്നിവ, 1, 2, 3 എന്നിവ. ശരിയുത്തരം ഓപ്ഷൻ എ, 1 മാത്രം. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ബോസ്റ്റൺ ടീ പാർട്ടി എന്നിവ അമേരിക്കൻ വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ ജയിൽ ആക്രമണം, മനുഷ്യാവകാശ പ്രഖ്യാപനം, വാട്ടർലൂ യുദ്ധം ഇവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. തുറന്ന വാതിൽ നയം, ബോക്സർ കലാപം, ലോങ് മാർച്ച് എന്നിവ ചൈനീസ് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാനുള്ള പെട്ടെന്നുള്ള കാരണമെന്തായിരുന്നു? ഓപ്ഷനുകൾ: ഓപ്ഷൻ എ, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം. ഓപ്ഷൻ ബി, നികുതി ചുമത്തൽ. ഓപ്ഷൻ സി, ബാസ്റ്റിൻ കോട്ട തകർക്കൽ. ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ സി, ബാസ്റ്റിൻ കോട്ട തകർക്കൽ. 1789 ആരംഭിച്ച് 1799 അവസാനിച്ച ഫ്രാൻസിലെയും അതിൻ്റെ കോളനികളിലെയും സാമൂഹികവും രാഷ്ട്രീയവുമായ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം. ലിബറൽ, റാഡിക്കൽ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജവാഴ്ചയെ അട്ടിമറിച്ചത് യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സമ്പൂർണ്ണ രാജവാഴ്ചയുടെ തകർച്ചയെ സ്വാധീനിച്ചു. ബാസ്റ്റിൻ കോട്ട തകർത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായിരുന്നു. 1776 അമേരിക്കൻ വിപ്ലവത്തിൽ ഫ്രഞ്ച് പങ്കാളിത്തം ചിലവേറിയ കാര്യമായിരുന്നു. അത് രാജ്യത്തെ ഏതാണ്ട് പാപ്പരത്വത്തിലേക്ക് നയിച്ചു. ശൂന്യമായ രാജകീയ ഖജനാവുകൾ, മോശം വിളവെടുപ്പ്, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം എന്നിവ പാവപ്പെട്ട ഗ്രാമീണ നഗരജനങ്ങളിൽ അസ്വസ്ഥതയുടെ വികാരങ്ങൾ സൃഷ്ടിച്ചു. ഒരു ആശ്വാസവും നൽകാത്ത നികുതി ചുമത്തൽ കാര്യം കൂടുതൽ വഷളാക്കി. അതിൻ്റെ ഫലമായി കലാപവും കൊള്ളയും പൊതു പണിമുടക്കുകളും സാധാരണമായി.